ചില ആളുകളെ കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ബ്രേക്കപ്പ് വന്നാൽ അല്ലെങ്കിൽ ബന്ധത്തിലൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അവർ വല്ലാതെ ദുഃഖിക്കുകയും പിന്നീട് കരകയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പുസ്തകം വായിച്ചത് ഗെറ്റിംഗ് പാസ്റ്റ് ടു ബ്രേക്കപ്പ്, സൂസൻ ജെലിയറ്റിൻ്റെ പുസ്തകമാണ്. സൂസൻ ജെലിയറ്റ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഒരു ബ്രേക്കപ്പിനെ നേരിട്ടു, പക്ഷെ അവർ അതിനെ മറികടന്നു. എങ്ങനെയാണ് മറികടന്നതെന്നാണ് അവരുടെ പുസ്തകത്തിൽ പറയുന്നത്. ഗെറ്റിംഗ് പാസ്റ്റ് ടു ബ്രേക്കപ്പ്, നിങ്ങളുടെ ബ്രേക്കപ്പുകൾ, വേർപാടുകൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വേർപിരിയലുകൾ, ഡിവോഴ്സുകളൊക്കെ എങ്ങനെ മറികടക്കാമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ആളുകൾ വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ നല്ലതും തെറ്റായതുമായിട്ട് ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ പറയുന്ന കാര്യം, ഈ ബ്രേക്കപ്പ് അഭിമുഖീകരിക്കുന്ന ആളുകൾ ആദ്യമല്ല ഏറ്റവും അധികം ശ്രമിക്കേണ്ടത് ഈ ബ്രേക്കപ്പിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി വിവാഹ ബന്ധം ആരംഭിച്ച അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ആളുകൾ ബന്ധങ്ങളെ വേർപെടുത്താനായിട്ട് ശ്രമിക്കാതിരിക്കുക. അങ്ങനെ അവസ്ഥ വന്നെങ്കിൽ അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ശ്രമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത്? ടോക്സിക് റിലേഷൻഷിപ്പ് നന്നാക്കാൻ ആണോ ശ്രമിക്കേണ്ടത്, അതെയോ അതിനെ ഒഴിവാക്കി പോകാനാണോ ശ്രമിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധം നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുന്നു, നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കാതെ, ഏറ്റവും ബെസ്റ്റ് എഫോർട്ട് പരിഹരിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ അതിനെ വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പായി ഡിവോഴ്സായി പോവുകയാണെന്ന് വിചാരിക്കുക. ഇനി എന്താ എന്നുള്ള ചോദ്യം കൂടി നിങ്ങൾ അതിനു മുമ്പ് ചോദിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തിലൊക്കെ കുഞ്ഞുങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ ചോദ്യം തീർച്ചയായും ചോദിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇനി നിങ്ങൾ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇനി നിങ്ങൾ ഒരു പുതിയ ബന്ധത്തിന് ആരംഭിക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉറപ്പ് ഇനിയുള്ളതും അങ്ങനെ ആകില്ല എന്നുള്ളത്? കുറേയൊക്കെ അവസരങ്ങളിൽ നമ്മുടെ ഭാഗത്തും തെറ്റുകളുണ്ടാകാം. കുറേയൊക്കെ അവസരങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മീഡിയ ഒക്കെ നമ്മോട് ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എംപവർമെന്റ് പാർട്ടാണെന്ന് പറയുന്നുണ്ട്. ടോക്സിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോകണമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൂടി അഭിമുഖീകരിക്കുവാൻ തയ്യാറാണെന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമാണ്. ഇത് നിങ്ങൾ തീരുമാനിച്ചുവെങ്കിൽ, അതല്ല ബ്രേക്കപ്പ് ഉറപ്പിച്ചു, ഡിവോഴ്സ് ആയെങ്കിൽ ഇനി എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ ഡിസ്ക്ലൈമർ കൂടിയാണ് ഞാൻ ഗെറ്റിംഗ് പാസ്റ്റ് ടു ബ്രേക്കപ്പ്, എങ്ങനെ ബ്രേക്കപ്പിനെ മറികടക്കാമെന്നുള്ള സൂസൻ ജെലിയറ്റിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായത് മനസ്സിലാക്കുകയാണ്. ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. സെക്കൻഡ് ചാൻസ് നന്നാക്കാമെന്ന് വിചാരിക്കാതിരിക്കുക. ലൈഫ് ഈസ് എ വൺ ടൈം ഗിഫ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ബുക്ക് റിവ്യൂ ചെയ്തിരുന്നു, അറ്റാച്ച്ഡ് എന്ന ബുക്ക്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളുടെ ജീവിതത്തെ പങ്കാളികളാക്കി തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് നിലനിർത്താനായിട്ട് സാധിക്കും. തെറ്റായ ആളെ നിങ്ങൾ ചൂസ് ചെയ്തുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം പിന്നീട് ദുഃഖിക്കേണ്ടതായി വരാം. പിന്നെ അയാളെ മാറ്റുവാനായിട്ട് അല്ലെങ്കിൽ അവരെ മാറ്റുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു ഭാഗം ശ്രമിക്കേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ ജീവിതം മൊത്തം ദുരിതം നിറഞ്ഞതായിട്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് ബ്രേക്കപ്പിനെ എങ്ങനെ മറികടക്കാം. അതിന് 3 കാര്യങ്ങൾ. 1, ഇമോഷണൽ ഹീലിംഗ്, വൈകാരികമായിട്ടുള്ള സൗഖ്യമുണ്ടാക്കുക. 2, സെൽഫ് റീബിൽഡിങ്, നമ്മെ തന്നെ റീബിൽഡ് ചെയ്യുക. 3, സെറ്റിംഗ് ബൗണ്ടറീസ്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ പുസ്തകത്തിൽ ഈ ബ്രേക്കപ്പുകളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. വൈകാരികമായും മാനസികമായും ആരോഗ്യകരമായും എല്ലാം നമ്മെ തകർക്കുന്ന ഒന്ന് തന്നെയാണ് ബ്രേക്കപ്പുകൾ അഭിമുഖീകരിച്ചവർക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം പെയിൻഫുൾ ആണെന്നുള്ളത്. ശാരീരികമായിട്ടുള്ള വേദന പോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അതിനെ മറികടക്കുവാനായി അസാമാന്യമായിട്ടുള്ള ഒരു ശക്തിയും ഒപ്പം തന്നെ വൈഭവവും ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം ബുക്കുകൾ നമ്മെ തീർച്ചയായും സഹായിക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി കഴിയുമ്പോൾ പലർക്കുമുള്ള കാര്യമാണ്, ഇതിനെ അംഗീകരിക്കാനായിട്ട് കഴിയുകയില്ല. ഇപ്പോഴും ആ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ബന്ധത്തെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടാണ് ആളുകൾ പലരും ജീവിക്കുന്നത്. കുറേ നാളുകൾ, ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം, മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം, ആളുകൾ അതിൽ തന്നെ ജീവിക്കുകയാണ്. ഇപ്പോഴും അവർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവർ തിരിച്ചു വരുമായിരിക്കും, അവർ എന്നെ ഇപ്പോഴും സ്നേഹിക്കുമായിരിക്കും, നന്നായിരിക്കും എന്നുള്ള ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാനോ ചിന്തിക്കാനോ തയ്യാറാകുന്നില്ല.
ഒന്നുകിൽ ആ ചിന്തകളെ നെഗ്ലക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്രസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ 100% ഈ ബന്ധം ഉപേക്ഷിച്ചു എന്ന് തീരുമാനമെടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ സപ്രസ് ചെയ്യുകയോ നെഗ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ